ഗുഡ്വിൽ പാചകത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ ബിരിയാണിയാണ്. നമുക്കിത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു 3 സവോളയൊന്ന് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ഓയിൽ ഇവിടെ ചൂടായിട്ടുണ്ട്. നമുക്ക് സവോള ഈ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. സവോള ഇവിടെ നന്നായി ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിത് ഒരു അരിപ്പയിലേക്ക് കോരി മാറ്റാം. സവോള ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു 50 ഗ്രാം കാഷ്നട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇവിടെ കാഷ്നട്ട് ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിത് കൂടെ ഒന്ന് കോരി മാറ്റാം. നമുക്കൊരു 25 ഗ്രാം കിസ്മിസും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കിസ്മിസ് ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിത് കൂടെ ഒന്ന് കോരി മാറ്റാം. ഇപ്പം നമ്മുടെ ബിരിയാണി തയ്യാറാക്കാനുള്ള സവോളയും കാഷ്നട്ടും കിസ്മിസും ഒക്കെ നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കിനി അതിനുള്ള മസാല അടിക്കാം. അതുപോലെ തന്നെ റൈസ് ബോയിൽ ചെയ്യാനും നമ്മളിവിടെ വെള്ളം വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് മസാല തയ്യാറാക്കാം. നമ്മുടെ ഉരുളി ഇവിടെ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഓയിൽ ഇവിടെ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരല്പം കറുവാപ്പട്ടയും ഒരു 2 ഏലക്കയും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 400 ഗ്രാം സവോള സ്ലൈസ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. നമ്മുടെ സവോള ഇവിടെ നന്നായി വാടിയിട്ടുണ്ട്. നമുക്കിവിടെ ചതച്ച് വെച്ചിരിക്കുന്ന 50 ഗ്രാം ഇഞ്ചി, 50 ഗ്രാം വെളുത്തുള്ളി, 75 ഗ്രാം പച്ചമുളക് എന്നിവ ചേർത്ത് കൊടുക്കുക. നമ്മുടെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു 2 തക്കാളി ഒന്ന് സ്ലൈസ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 3 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം. നമുക്കിത് നന്നായി ഒന്ന് സോട്ട് ചെയ്തെടുക്കാം.
നമ്മുടെ മസാല ഇവിടെ നന്നായി സോട്ടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മുടെ മസാല ഇവിടെ നന്നായി ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന 1.5 കിലോ ചിക്കൻ ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ വേവുന്ന സമയം കൊണ്ട് നമുക്ക് റൈസും കൂടി ഒന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ വെള്ളം ഇവിടെ തിളച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു 3 ഏലക്ക, 1 പീസ് കറുവാപ്പട്ട, 2-3 ഗ്രാമ്പു എന്നിവ ചേർത്ത് നന്നായി ഒന്ന് തിളപ്പിക്കാം. നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ വെള്ളം ഇവിടെ നന്നായി തിളച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 1 കിലോ റൈസ് ഇട്ട് കൊടുക്കാം. നമ്മുടെ റൈസ് ഇവിടെ നന്നായി വെന്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഊറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കനും ഇവിടെ നന്നായി വെന്തിട്ടുണ്ട്. നമ്മൾ ഏകദേശം 10 മിനിറ്റ് കൊണ്ട് നമ്മുടെ ചിക്കനും നന്നായി വെന്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു 2 സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കാഷ്യൂ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ പെരിഞ്ജീരക പൗഡർ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കാം. അല്പം പുതിനയില ചേർത്ത് കൊടുക്കാം. അല്പം മല്ലിയില ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നമുക്കിതെല്ലാം കൂടി ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ബിരിയാണിയുടെ മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്കിനി തീ ഓഫ് ചെയ്ത് ഇതൊന്ന് മാറ്റി വയ്ക്കാം. നമ്മുടെ ചിക്കൻ്റെ മസാല ഇവിടെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ റൈസും നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഒരു ഉരുളിയിലേക്ക് ഇതൊന്ന് ദം ചെയ്തെടുക്കാം. നമ്മുടെ ഉരുളി ഇവിടെ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിലേക്ക് അല്പം റൈസ് ഇട്ട് കൊടുക്കാം. റൈസിൻ്റെ മുകളിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല ഇട്ട് കൊടുക്കാം. നമുക്ക് മസാലയുടെ മുകളിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവോളയും കാഷ്നട്ടും കിസ്മിസും കുറച്ചിട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയില പുതിനയില ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള റൈസ് കൂടെ ഈ ചിക്കന് മുകളിലോട്ട് ഇട്ട് കൊടുക്കാം. നമുക്കിതിന് മുകളിലോട്ട് കുറച്ച് മല്ലിയില പുതിനയില ചേർത്ത് കൊടുക്കാം. അല്പം റോസ് വാട്ടർ ചേർത്ത് കൊടുക്കാം. അല്പം നെയ്യ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം. അല്പം ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കാം. നമുക്കിതൊരു 10 മിനിറ്റ് അടച്ചു വെച്ച് ഒരു ചെറു തീയിൽ വയ്ക്കാം. ഏകദേശം 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ബിരിയാണി ഒന്ന് തുറന്നു നോക്കാം.
അങ്ങനെ നമ്മുടെ ചിക്കൻ ബിരിയാണി ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്